ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ കർട്ടനൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഹോൾഡർ ഉണ്ടാകും, അതിങ്ങനെ ചുരുക്കി വെക്കാനായിട്ട്. ചിലപ്പോൾ അതിനുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്ത കർട്ടനൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പഴയ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലൊരു ഹോൾഡർ, ഭംഗിയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള ഹോൾഡറൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗോൾഡൻ കളർ ലേസാണ്. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഒരു 60 ഇഞ്ച് നീളമുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ ലേസ് ഉണ്ടായതുകൊണ്ട് ലേസ് എടുത്തേ ഉള്ളൂ. പിന്നെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 5-5.5 ഇഞ്ച് വീതിയും ഒരു 21 ഇഞ്ച് നീളവും ഉണ്ട്. അപ്പോൾ ഇതേപോലെ 4 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 4 ഹോൾഡറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഒരു സൂചിനൂല് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ഒട്ടിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒട്ടിപ്പാണ് എൻ്റെ കയ്യിലുള്ളത്, അപ്പോൾ അത് എടുത്തേ ഉള്ളൂ. അപ്പോൾ ഇത് 4 പീസാക്കി എടുക്കണം. ഇതില്ലെങ്കിൽ നമുക്ക് ഹുക്സ് എന്തെങ്കിലും എടുക്കാം. ലേസ് ഞാൻ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. 60 ഇഞ്ചിൻ്റെ ലേസായിരുന്നു, അപ്പോൾ തുല്യ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കർട്ടനിൽ വെച്ചിട്ട് ഒന്ന് ഇതിൻ്റെ അളവ് എടുക്കണം. എന്നിട്ട് ബാക്കി വരുന്ന പോർഷനെ നമുക്ക് ഒന്ന് മടക്കിയിട്ട് തുന്നി കൊടുക്കണം. അപ്പോൾ കൃത്യമായിട്ട് അളവ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കർട്ടനിൽ ചുരുട്ടി പിടിച്ചിട്ട് ഒന്ന് നോക്കുക എത്ര വേണമെന്ന്. എന്നിട്ട് ബാക്കി വരുന്ന ബാലൻസ് നമുക്കൊന്ന് ഉള്ളിലോട്ട് മടക്കിയിട്ട് ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ നമ്മൾ കർട്ടന് എത്ര ടൈറ്റായിട്ടാണോ എടുക്കുന്നത് ആയിരിക്കും കേട്ടോ ബാക്കി ബാലൻസ് വരിക. അപ്പോൾ ഞാനിവിടെ 2 മടക്ക് മടക്കിയിട്ട് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു സൈഡ് തുന്നി കഴിഞ്ഞാൽ മറ്റേ സൈഡ് നമുക്ക് ഒരു 2 മടക്കി മടക്കിയിട്ട് ഒന്ന് തുന്നി കൊടുക്കുക. അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ. നല്ല ഗ്ലൂ ഗണ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫെവിക്കോൾ ഉണ്ടെങ്കിൽ ഒട്ടിച്ചിട്ട് കുറച്ച് നേരം അതിന് മുകളിൽ എന്തെങ്കിലും ഭാരമുള്ള വെച്ചാൽ നല്ല പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും. അപ്പോൾ ഇതേപോലെ 2 സൈഡും തുന്നിയെടുക്കുക. ഈ ഒട്ടിപ്പ് ഞാനിവിടെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആകെ ചെറിയൊരു പീസ് ഉള്ളത്, അപ്പോൾ അത് 4 പീസാക്കി എടുക്കുകയാണ്. വലിയ പീസാണെങ്കിൽ ആ മടക്കി വെച്ചതിൻ്റെ അത്ര വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഇത് 2 തലയ്ക്കലും ഇതേപോലെ ഒന്ന് തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും ഇതേപോലെ ഒട്ടിപ്പ് തുന്നി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലവറാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു പീസ് നെറ്റ് തുണി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് 2ആയിട്ട് മടക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ 2ആയിട്ട് മടക്കിയെടുത്ത ശേഷം ഒരു സൂചിനൂല് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡിലൂടെ മടക്കി വെച്ച ഭാഗത്തൂടെ നമ്മൾ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ സൂചിയും നൂലും കോർത്ത ശേഷം നമുക്കിതൊന്ന് വലിച്ചെടുക്കാം. അപ്പോൾ വലിക്കുമ്പോൾ മറ്റേ തല പോരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ അത് ചുരുങ്ങിപ്പോവും. അപ്പോൾ ചുരുങ്ങിയ ശേഷം നമുക്കിത് ഫ്ലവർ രൂപത്തിലൊന്ന് മാറ്റിയെടുക്കാം. അതിന് ശേഷം 2 സൈഡിലെ നൂലിൻ്റെ അറ്റം ഒന്ന് കെട്ടി കൊടുക്കണം. അപ്പോൾ ഈ ഫ്ലവർ ഒന്നും കൂടെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മുത്തെടുത്ത ശേഷം ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഭംഗിയായി കിട്ടും. അപ്പോൾ തുന്നി കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഹോൾഡറിൻ്റെ മുകളിലോട്ടായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. സെൻറ്ററിലാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് തുന്നി കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കർട്ടൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 4 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു റൂമിൽ 4 കർട്ടൻ ആണെങ്കിൽ 4 എണ്ണം ഇതേപോലെ ഒരേ ഡിസൈനിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനും സാധിക്കും, ഇങ്ങനെ ഒട്ടിപ്പായതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഒട്ടിപ്പ് ഇല്ലെങ്കിൽ കെട്ടിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ ഹുക്കാണെങ്കിൽ അത് വെച്ച് കൊടുക്കാം. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കർട്ടനിൽ ഇതൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ കർട്ടനൊന്നിങ്ങനെ ചുരുക്കി പിടിച്ച ശേഷം നമ്മുടെ ഹോൾഡർ വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 സൈഡിലെയും ഒട്ടിപ്പ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പേര് കർട്ടൻ ഹോൾഡർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിയുന്നൊരു പേര് പറഞ്ഞേ ഉള്ളൂ. എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ ചെയ്തതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ ഇതിൻ്റെ ശരിക്കുള്ള പേരൊന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.